ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായതിൽ ജീവനക്കാരുടെ നുണപരിശോധന നടത്തും. സുപ്രധാന അനുമതി നൽകി തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. 13 പവൻ സ്വർണമാണ് കാണാതായത്. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ക്ഷേത്രത്തിൽ നിന്നും സ്വർണം കാണാതായതിൽ ജീവനക്കാരുടെ നുണപരിശോധനയ്ക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. KP സുരേഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായക നടപടിയാണ്, നിർണായക ഒരു സുപ്രധാന വിധിയാണ് ഇപ്പോൾ തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത് സംഭവം നടന്നതുമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച വിഷയമുണ്ട്. ഇത് സ്വർണ്ണക്കവർച്ച അത്തരത്തിലുള്ള ഗുരുതര വിഷയമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം, അതായത് 2025 മെയ് 7-നും 10-നും ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണം പുറത്തെടുത്തിരുന്നു. ഈ സ്വർണം പൂശുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വർണം പുറത്തെടുത്തത്. തുടർന്ന് ഇത് തിരിച്ചു വെച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് 10-ാം തീയതി നടത്തിയ പരിശോധനയിൽ ഈ സ്വർണം 13 പവൻ സ്വർണം കാണാതായി എന്നുള്ളത്, അതായത് 103 ഗ്രാം സ്വർണം. നമ്മൾ വിപണി വില ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 9 ലക്ഷം രൂപയുടെ മൂല്യം വേണ്ടിയ ഒരു സ്വർണ്ണത്തിന് ഈ സ്വർണം കാണാതായി എന്നുള്ളതാണ്. തുടർന്ന് ഈ ക്ഷേത്രത്തിലെ മാനേജർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പരിശോധന നടത്തി. ആ പരിശോധനയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് മണ്ണിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണം കണ്ടെത്തുകയായിരുന്നു. സ്വർണ്ണ ബാറാണ് ആ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക്, അതായത് കവർച്ച ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളൊരു അന്വേഷണം ആ ഒരു രീതിയിലേക്ക് ചെന്നെത്തിയിരുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇത് 6 ജീവനക്കാർ നൽകിയ മൊഴി പരിശോധിക്കേണ്ടതുണ്ട്. ആ മൊഴി പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് നുണ പരിശോധനയ്ക്ക് കോടതിയിലേക്ക് അനുമതി തേടിയത്, ഫോർട്ട് പോലീസ് അനുമതി നേടിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നുള്ള തരത്തിലുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരിൽ നിന്ന് സമ്മതപത്രം വാങ്ങിക്കണമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 6 ജീവനക്കാരെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ആരാണ് ഇത്തരത്തിൽ, അതായത് ഈ ഒരു സ്വർണ്ണ ബാർ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതുമായിട്ടുള്ള നടപടികൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കവർച്ചാ ശ്രമം നടന്നതായി പോലീസ് സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 6 ജീവനക്കാരുടെ നുണ പരിശോധന നടത്തണമെന്ന് പോലീസ് ഇത്തരത്തിൽ കോടതിയിൽ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. KP സുരേഷ്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.